നമസ്തേ, ഞാൻ സിന്ധു സതീഷ്. 2014 നരേന്ദ്രമോദി സർക്കാർ, അതായത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ കയറിയതിനു ശേഷം ഭാരതത്തിലെ ജനങ്ങൾക്ക് എന്ത് നൽകിയെന്ന ഒരുപാടുള്ള ചോദ്യങ്ങൾക്ക് ചെറിയ ഉത്തരങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇന്നലെ മോദി തൃശ്ശൂരിൽ വന്ന് ഒരു മഹാവനിത സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടായി. അതിൽ ഏറ്റവും ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യം പോലെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത്. എന്താണ് ഈ 2014 മുതൽ 2023 വർഷം വരെയുള്ള മോദിയുടെ ഗ്യാരണ്ടികൾ എന്താണെന്നല്ലേ പറയാം. മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് അദ്ദേഹം തൃശ്ശൂരിലത്തെ ആ സമ്മേളനത്തിൽ എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേക്കിൻകാട് മൈതാനത്തിൽ പൂരാവേശം തീർത്താണ് മഹിളാ സമ്മേളനം നടന്നത്. ഇന്നലെ ശക്തന്റെ നാടായ തൃശ്ശൂരില് തേക്കിൻകാട് മൈതാനത്ത് നാരീ സാഗരത്തെ ഇളക്കി മറിച്ച ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടത്തിയിട്ടുള്ളത്. ശക്തന്റെ തട്ടകത്തിൽ നാരീ സാഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പൂരാവേശം തീർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനിതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്. മോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏത് നാട്ടിലാണോ അദ്ദേഹം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, വേദി പങ്കിടുന്നത്, അദ്ദേഹം ആ നാട്ടിലെ പ്രാദേശിക ഭാഷ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിൽ വന്നിട്ടും മലയാളത്തിലാണ് എല്ലാവരെയും, എല്ലാ അമ്മമാരെയും സഹോദരിമാരെയും അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ അമ്മമാരെ സഹോദരിമാരെ എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് എന്നാണ് അദ്ദേഹം മലയാളത്തിൽ അഭിസംബോധന ചെയ്തത്. അതുപോലെ തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നിരുന്നു. മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായിരുന്നു മിനിഞ്ഞാന്ന്. അദ്ദേഹം പറയുന്നത്, ഈ ഒരു നിമിഷം മന്നത്ത് പത്മനാഭനോട്, അദ്ദേഹത്തിനോട് ആദരവ് പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളം ഒരുപാട് സ്ത്രീ രത്നങ്ങൾക്ക് ജന്മം നൽകിയ നാടാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ അഞ്ജു ബേബി ജോർജും PT ഉഷയും പോലുള്ള വനിതാ രത്നങ്ങൾ ഈ ഭാരതത്തിന് പ്രചോദനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ നഞ്ചി അമ്മയുടെ കലാപ്രാവീണ്യത്തെ ആദരിക്കാൻ ഈ നാടിന് സാധിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം സംസാരിച്ചത് മോദിയുടെ ഉറപ്പിനെ കുറിച്ചാണ്, മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ്. എന്താണ് മോദിയുടെ ഗ്യാരണ്ടി? ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കാൻ സ്ത്രീ ശക്തിക്കാണ് സാധിക്കുക. സ്ത്രീ സംവരണ ബിൽ പാസ്സാക്കാതെ മുൻ സർക്കാരുകൾ തടഞ്ഞു വെച്ചപ്പോൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അതൊരു നിയമമായി. ഇത് മോദി സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടി തന്നെയാണ് ഭാരതത്തിലെ എല്ലാ സ്ത്രീകൾക്കും. മുസ്ലിം സഹോദരിമാര് മുത്തലാഖ് കാരണം പ്രയാസം അനുഭവിച്ചപ്പോൾ അവർക്ക് മോചനം നേടിക്കൊടുത്തതും മോദിയുടെ ഉറപ്പായിരുന്നു, മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ഭാരതത്തിൽ 4 ജാതികൾ മാത്രമേ ഉള്ളൂ എന്നാണ് NDA സർക്കാർ വിശ്വസിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ജാതി ഭാരതത്തിലെ പാവപ്പെട്ടവരാണ്. രണ്ടാമത്തത് നമ്മുടെ ഭാരതത്തിന്റെ പ്രതീക്ഷയായ യുവാക്കളാണ്. മൂന്നാമത് നമ്മുടെ നാടിന്റെ നട്ടലായ കർഷകരാണ്. നാലാമത് രാജ്യത്തെ ശക്തിപ്പെടുത്തുന്ന, വികസനത്തിലേക്ക് നയിക്കുന്ന സ്ത്രീകളാണ്, സ്ത്രീപക്ഷമാണ്. ഇതാണ് മോദി പറഞ്ഞ, ഭാരതീയ സർക്കാർ പറഞ്ഞ ഭാരതത്തിലെ 4 ജാതികൾ. ഈ 4 ജാതികൾ അവരുടെ വികസനത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുക. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ, മോദി സർക്കാരിന്റെ പദ്ധതികളെല്ലാം തന്നെ അവർക്ക് ലക്ഷ്യം വെച്ചാണ്, അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. ഇതിനു മുന്നേ ഭാരതം ഭരിച്ച സർക്കാരുകൾ ഉണ്ടായിരുന്നപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നത് മോദിയുടെ ഉറപ്പായിരുന്നു, മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ഇന്ന് നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടും കൂടി മോദി പറഞ്ഞ ഉറപ്പ്, മോദി പറഞ്ഞ ഗ്യാരണ്ടി എല്ലാം പാലിക്കാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു. 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിനുകൾ, 30 കോടിയിലധികം വനിതകൾക്ക് മുദ്രാ ലോണുകൾ, സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ, സഭകളിൽ സ്ത്രീകൾക്ക് സംവരണം, തെരുവ് കച്ചവടക്കാരായ സ്ത്രീകൾക്ക് ധനസഹായം, ചുരുങ്ങിയ വിലയിൽ പാചകവാതകം, PM ആവാസ യോജന പ്രകാരം എല്ലാവർക്കും വീട്, കേരളത്തിലെ 7 ലക്ഷത്തോളം വനിതകൾക്ക് ബാങ്ക് അക്കൗണ്ട്, എൻ്റെ അമ്മയ്ക്കുണ്ട് ബാങ്ക് അക്കൗണ്ട്. 2000 രൂപ മോദി സർക്കാർ അയച്ചു കൊടുക്കുന്ന 2000 രൂപ എൻ്റെ അമ്മക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം, ഇതെല്ലാം മോദിയുടെ ഉറപ്പായിരുന്നു, മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ഭാരതത്തിലെ ജനങ്ങൾക്കുള്ള ഗ്യാരണ്ടി, ഭാരതത്തിലെ ജനങ്ങളോടുള്ള ഗ്യാരണ്ടി. വികസിത ഭാരതത്തിനുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി സ്ത്രീകളുടെ ശാക്തീകരണമാണ്.
നിരവധി ദുരന്തങ്ങളിലൂടെയാണ് കഴിഞ്ഞ വർഷം ഭാരതം കടന്നുപോയത്. പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം BJP സർക്കാർ, മോദി സർക്കാർ ചെറുത്തു തോൽപ്പിച്ചു. ഭാരതീയർ ലോകത്തിന്റെ ഏതു കോണിലും പ്രതിസന്ധിയിലാക്കപ്പെട്ടാൽ അവരെ സുരക്ഷിതരായി നമ്മുടെ ഭാരതത്തിലേക്ക് തിരിച്ചെത്തിച്ചു. അതിന് ഒരു കാരണമേ ഉള്ളൂ, ഇവിടെ ഭരിക്കുന്നത് NDA സർക്കാരാണ്, ഭാരതീയ ജനതാ പാർട്ടി സർക്കാരാണ്, മോദി സർക്കാരാണ്. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ലോകത്തിൻ്റെ ഏത് കോണിലും ഭാരതീയർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഒരു കരുതലേ ഈ NDA സർക്കാർ ഉണ്ടാകുമെന്നുള്ള ഗ്യാരണ്ടി. അഴിമതിയിലും അക്രമത്തിലും കേരളത്തിൽ UDF-ഉം LDF-ഉം ഒന്നാണ്. കേരളത്തിൽ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇവിടെ BJP സർക്കാർ നിലവിൽ വരണം, ഭരണത്തിൽ വരണം, അധികാരത്തിൽ വരണം. ഇത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അറിയാം NDA സർക്കാർ വന്നാൽ വികസനം ഉണ്ടാകുമെന്ന്. രാജ്യത്തിന് വികസനം കൈവരിക്കണമെങ്കിൽ രാജ്യത്തിലെ ഓരോ സംസ്ഥാനങ്ങളും വികസനം കൈവരിക്കണം എന്ന് NDA സർക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ മോദി വിരോധത്തിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങളെ തടയുകയാണ് ഇന്ത്യ മുന്നണി. ഈ നാട്ടിൽ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നാട്ടിലെ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ഒക്കെ കൊള്ളയടിക്കാനുള്ള ഒരു മാധ്യമം മാത്രമായിട്ടാണ് LDF-ഉം UDF-ഉം കാണുന്നതെന്നും ഇന്ത്യ മുന്നണി വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നും മോദി പറഞ്ഞു. ശബരിമലയിലെ കുത്തഴിഞ്ഞ സ്ഥിതിഗതികൾ ഈ നാട്ടിലെ ജനങ്ങളെ ഏറെക്കുറെ ദുരിതത്തിലാക്കി. സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് മാത്രമാണിത്. തട്ടിപ്പും അഴിമതിയും നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് ആവശ്യം. പാവപ്പെട്ടവർക്കും അടിസ്ഥാന വികസനത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായത്തെക്കുറിച്ച് അറിയാൻ അവർ അനുവദിക്കുന്നില്ല. അതുവഴി കേന്ദ്ര പദ്ധതികളെല്ലാം മറച്ചു വെക്കാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള മോദിയുടെ ഗ്യാരണ്ടിയും കുറ്റപ്പെടുത്തലുകളുമാണ് അല്ലെങ്കിൽ വിമർശനങ്ങളുമാണ് മോദി ഇന്നലെ വനിതാ സമ്മേളനത്തിൽ, ഈ മഹാസമ്മേളനത്തിൽ സംസാരിച്ചിട്ടുള്ളത്. മോദി സർക്കാർ പൂർണ്ണമായിട്ടും ഒരു 90% സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ കർഷകർക്കും ഒക്കെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നത്. എന്തായാലും ഒരുപാട് താഴേക്കിടയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ പരിമിതമായ ആൾക്കാർക്ക് ഈ ഒരു സർക്കാർ ഇനിയും നല്ല രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടാക്കട്ടെ, അവർക്ക് ലഭ്യമാകട്ടെ. നമ്മുടെ ഭാരതം വികസനത്തിലൂടെ മുന്നോട്ട് പോവട്ടെ. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഏതൊരു പ്രതിസന്ധിയിലും ചെറുത്തു നിൽക്കാൻ നമ്മുടെ ഭാരതത്തിന് കഴിയട്ടെ, ഭാരതത്തിനെ നയിക്കുന്ന സർക്കാരിന് കഴിയട്ടെ. നല്ല നാളുകളും നല്ല പുലരികളും നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാവട്ടെ. ഓരോ ഭാരതീയർക്കും നന്മയുണ്ടാവട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. ജയ് ഹിന്ദ്.